എടാ നമുക്കൊരു ട്രിപ്പ് പോയാലോ? പിള്ളേരൊക്കെ സ്റ്റോറി ഇടുന്ന കൊതിയാണ്. എന്തോരം നാളെ ഒരു ട്രിപ്പ് പോയിട്ട്. അത് ശരിയാടാ, നമുക്ക് പോവാം ഒരു ട്രിപ്പ്. നീ ആദ്യം നിന്റെ ഡയലോഗ് അടി നിർത്ത്. എവിടെയെങ്കിലും ട്രിപ്പ് പ്ലാൻ ചെയ്തേ തലേ ദിവസം പറ്റില്ല എന്ന് പറഞ്ഞ് മുങ്ങണവനാ. എന്നിട്ടാണ് അത് ശരിയാട്ടാ. നീ എന്ത് വാഗമൺ പോയപ്പോ പറഞ്ഞ അന്ന് മഞ്ഞപ്പിത്തത്തിന്റെ മൂർധന്യാവസ്ഥയിൽ നിൽക്കാറുള്ള ഞാൻ എങ്ങനെ വരാനാ? അത് ശരി. അപ്പൊ മൂന്നാർ പോയപ്പോ എന്ത് വരാതിരുന്നേ നീ? അത് പിന്നെ തണുപ്പടിച്ച് എനിക്ക് പറ്റില്ല എന്നൊക്കെ അറിയാമല്ലോടാ. എടാ മീശപ്പുലിമല കാണാൻ പോയപ്പോഴും ഇല്ലിക്കൽ കല്ല് കാണാൻ പോയപ്പോഴും ലാസ്റ്റ് നിമിഷം നീ മുങ്ങി. അതോ പിന്നെ ആ മല കയറി ഇറങ്ങാൻ എന്നെയും കൊണ്ടൊന്നും പറ്റില്ല കേട്ടോ. കിതച്ച് പണ്ടാറാണെങ്കിൽ പോകും. ഇവിടെ 2 സ്റ്റെപ്പ് വയ്ക്കുമ്പോഴേക്കും വയ്യ. എന്റെ പൊന്നകിലെ നിനക്ക് ഈ അപ്പാപ്പന്മാരെ കൊണ്ട് ട്രിപ്പ് പോകാനിട്ടണ വല്ല അസുഖമായിരിക്കും. അന്നെങ്കിൽ അവന് പാടില്ല. വല്ല ആവി പിടിച്ച് വീട്ടിലിരിക്കട്ടെ. അതാണ് നീ ഒരു ഫുൾ ബോഡി ചെക്കപ്പ് എടുക്ക്. കാരണം നീ മൊത്തത്തിൽ ചെയ്തിരിക്കണം. നിനക്ക് എന്തോ മാറാരോഗം വരാൻ പോകുന്നു. നിന്നെ കണ്ടാലും അറിയാം കണ്ണൊക്കെ പഴുത്തുന്നുണ്ട്. അത് ചെയ്യാതെ പിന്നെ നീ ഒന്ന് പോയേ. ഇതിനൊരു പൈസ ഒന്നും കളയാൻ എൻ്റെ ഒന്നും ഇല്ല കേട്ടോ. ഇങ്ങനെയൊക്കെ പോയാൽ മതി. നീ ഒരു കാര്യം ചെയ്യും. നമ്മുടെ കൊടുങ്ങല്ലൂർ ഒരു AR സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഉണ്ട്. അവിടെ പോയിട്ട് നീ ഒരു ഫുൾ ബോഡി ചെക്കപ്പ് എടുക്ക്. അതാകുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളെല്ലാം അറിയാം. പിന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. വലിയ പൈസ ഒന്നും പറ്റില്ല. കാരണം നിന്റെ ഈ സിംറ്റംസ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ വലിയ ഏതെങ്കിലും അസുഖത്തിൻ്റെ തുടക്കമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. AR ഹോസ്പിറ്റലാകുമ്പോൾ അവിടെ 22 ഡിപ്പാർട്ട്മെൻറ്റും ഉണ്ട്. അതിനുള്ള എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്, ഡോക്ടേഴ്സും ഉണ്ട്. ഇൻ കേസ് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ തന്നെ അവിടെ ട്രീറ്റ്മെൻറ്റ് എടുക്കുകയും ചെയ്യും. ഞാൻ റെഗുലറായിട്ട് അവിടെ ചെക്കപ്പ് ചെയ്യാറുള്ളതാണ്. കണ്ട പിന്നെ പോയി നോക്കാല്ലേ. പിന്നല്ല, നീ പോകുമ്പോ അലനെ വിളിച്ചോ. അവന് ഇതന്നെ അവസ്ഥ. അന്നെങ്കിൽ വയ്യ. എടാ അപ്പം നമ്മുടെ ട്രിപ്പോ? എനിക്ക് വരാൻ പറ്റും തോന്നണ. കുറച്ചേരം നിന്നിട്ടേ കാലിനൊക്കെ ഭയങ്കര